ഹലോ ഹായ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അതേപോലെ ഞങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണ്. KL14 മലബാർ ഫുഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഈവനിങ് സ്നാക്സ് ആയിട്ടുള്ള കിഴങ്ങ് പൊരിച്ചത് അല്ലെങ്കിൽ പോടിയാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. ഭയങ്കര പെർഫെക്റ്റും ടേസ്റ്റുമായിട്ട് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞങ്ങൾ കാസർഗോട്ടാർ ഈ സ്നാക്സിനെ പോടി എന്നാണ് പറയല്. ചില ആൾ കേങ്ങാച്ചിയെന്നും പറയും, ചില ആൾ ഇതിനെ കിഴങ്ങ് ബജ്ജി എന്നും പറയലുണ്ട്. അപ്പോൾ പേര് എന്തായാലും പ്രശ്നമൊന്നുമില്ല. ഹോട്ടലിൽ നിന്നും കിട്ടുന്ന അതേ ടേസ്റ്റിൽ എങ്ങനെ ഉണ്ടാക്കുന്നതാണ് ഞാൻ കാണിച്ചു തരുന്നത്. ഇത് വൈകുന്നേരത്തേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പമാണ്. ഭയങ്കര ടേസ്റ്റിൽ നമുക്ക് ചായ കുടിക്കുകയും ചെയ്യാം. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് കടലപ്പൊടി എടുത്തിട്ടുണ്ട്. 250 ml മെഷർമെൻറ്റ് കപ്പിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നല്ല ക്വാളിറ്റി ഉള്ള കടലപ്പൊടി 1 കപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബോളിലേക്ക് ഇട്ട് കൊടുക്കണം. പിന്നെ ഇതിലേക്ക് വേണ്ടത് അരിപ്പൊടി, അതായത് പച്ചരിപ്പൊടി. പച്ചരിപ്പൊടി നിങ്ങളെ കയ്യിലില്ലെങ്കിൽ മൈദപ്പൊടി ആയാലും കുഴപ്പമൊന്നുമില്ല. 1/4 കപ്പ്. അപ്പോൾ 1 കപ്പ് കടലപ്പൊടിക്ക് 1/4 കപ്പ് പച്ചരി. പിന്നെ 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കണം. പിന്നെ വേണ്ടത് ഉപ്പ്. ഞാൻ 3/4 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റെല്ലാം വരുത്താം. പിന്നെ ഞാനിതിലേക്ക് 1/4 ടീസ്പൂൺ അപ്പക്കാരം, 1 ടീസ്പൂൺ മുളകിൻ്റെ പൊടി, എരിവുള്ള മുളക് പൊടിയാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. 1 ടീസ്പൂൺ ഗരം മസാല പൊടി. ഇത് ഇത്രയും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് കട്ടിക്ക് തന്നെ ആദ്യം കലക്കിയിട്ട് എടുക്കണം. ഒന്നാകെ ലൂസാക്കിയിട്ട് കലക്കിയിട്ട് എടുക്കണ്ട. ലൂസായിപ്പോയെങ്കിൽ നമുക്ക് പിന്നെ എന്താക്കാനും കഴിയില്ല. അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കലക്കിയിട്ട് എടുക്കണം. ഞാൻ ഇപ്പോൾ കണ്ടില്ലേ, ആദ്യം കുറച്ച് ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ കട്ടിക്ക് ഇങ്ങനെ പേസ്റ്റ് പോലെ ആക്കി, പിന്നെയും കുറച്ച് ഇങ്ങനെ ഒഴിച്ചു കൊടുത്ത്, അങ്ങനെയാകുമ്പോൾ എന്താവും, നല്ല സ്മൂത്തായിട്ട് നമുക്ക് കലക്കാൻ പറ്റും. ഈ മാവ് 2-3 മിനിറ്റെങ്കിലും നല്ലപോലെ കലക്കിയിട്ട് എടുക്കണം. അപ്പോൾ എണ്ണയ്ക്ക് അപ്പൂടുന്ന സമയത്ത് തന്നെ നല്ലപോലെ ബോൾ പോലെ പൊന്തിയിട്ട് വരും. പിന്നെയും കുറച്ച് വെള്ളമെല്ലാം ഒഴിച്ചു കൊടുത്ത് എന്നിട്ട് കറക്റ്റ് ഒരു പരുവത്തിൽ കലക്കിയിട്ട് എടുക്കണം. ഞാനിവിടെ 4-5 മിനിറ്റ് നല്ലപോലെ ബീറ്റ് ചെയ്തെടുത്ത്. ഇങ്ങനെ ബീറ്റ് ചെയ്തെങ്കിൽ മാവ് നല്ല സോഫ്റ്റ് ആവും. അങ്ങനെ സോഫ്റ്റ് ആയിട്ടാകുമ്പോൾ എന്താവും അറിയോ, അപ്പം നല്ലപോലെ പൊന്തിയിട്ട് വരും. ഇനി നമുക്കിത് മൂടിയിട്ട് വെക്കാം. 1 മണിക്കൂറിന് ശേഷമാണ് ഞാൻ ഈ അപ്പം ചുട്ടെടുക്കുന്നത്. വെള്ളം കണ്ടില്ലേ, 3/4 കപ്പ് വെള്ളം എനിക്ക് ആവശ്യമായിട്ട് വന്നിട്ടുണ്ട്. കിഴങ്ങ് മുറിക്കുന്ന സമയത്ത് നല്ല തെളുപ്പായിട്ട് മുറിക്കണം, അതായത് തിന്നായിട്ട് മുറിക്കണം. കട്ടിക്ക് മുറിച്ചെങ്കിൽ ഈ അപ്പം ഭയങ്കര ടേസ്റ്റായിട്ട് കിട്ടില്ല. എല്ലാം ഞാൻ മുറിച്ചിട്ട് എടുത്തിട്ടുണ്ട്. 1/2 കിലോ തന്നെ കിഴങ്ങ് വേണ്ട ഇത്ര മാവിന്. 300 ഗ്രാം കിഴങ്ങ് ഉണ്ടെങ്കിൽ ഇത് ഈ ഒരു മാവിൽ കണക്കായിട്ട് ചുട്ടിട്ട് എടുക്കുക. പിന്നെ എണ്ണ ചൂടാകാൻ വെച്ചിട്ട് മുങ്ങിക്കിടക്കാൻ പാകത്തിന് എണ്ണ ചൂടാക്കിയിട്ട് എടുക്കണം. ആദ്യം ഫുള്ള് തീയിൽ വെച്ചിട്ട് ചൂടാക്കി, എന്നിട്ട് തീ മീഡിയം ആക്കി കൊടുത്ത് അതിന് ശേഷം മാവിലേക്ക് മുക്കിയിട്ട് ഇട്ട് കൊടുക്കണം. കിഴങ്ങ് മാവിലേക്ക് മുക്കിയിട്ട് എണ്ണയ്ക്ക് ഇടുമ്പോൾ തന്നെ നല്ലോണം ബോൾ പോലെ പൊന്തിയിട്ട് വരുന്നുണ്ടില്ലേ. 1 അപ്പക്കാരം ഇട്ടിട്ടുണ്ട്. പിന്നെ 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിന്. അപ്പക്കാരം വളരെ കുറച്ച് 1/4 ടീസ്പൂണാണ് ഞാൻ ഇട്ടുന്നത്, കൂടുതൽ ഇട്ട് കൊടുക്കണ്ട. ഇനി അപ്പക്കാരം വേണ്ടാന്നുണ്ടെങ്കിൽ ആ ഭാഗം നമുക്ക് സ്കിപ്പ് ചെയ്യാം. അപ്പക്കാരം ഇടാണ്ട് പ്രശ്നമൊന്നുമില്ല. നമ്മൾ ഇങ്ങനെ ഏകദേശം 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ടല്ലോ, അപ്പോൾ മാവ് നല്ല പോലെ സോഫ്റ്റ് ആയിട്ട് കിട്ടും. മീഡിയം തീയിൽ തന്നെ ഇത് ഫ്രൈ ആക്കിയിട്ട് എടുക്കണം. തീ കൂട്ടി കൊടുക്കണ്ട. കിഴങ്ങ് വേകാനുണ്ടല്ലോ, കിഴങ്ങ് നല്ല പോലെ വേട്ട് എന്നിട്ട് ലൈറ്റ് ഗോൾഡ് കളറാകുമ്പോൾ തിരിച്ചിട്ട് കൊടുത്താൽ മതി. പുറമെല്ലാം നല്ല ക്രിസ്പി ആയിട്ടുള്ള കിഴങ്ങ് ബജ്ജിയാണിത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും. വെള്ളത്തിൻ്റെ കണക്കൊന്നും തെറ്റണ്ട. ഞാൻ 1 കപ്പ് കടലപ്പൊടിയും 1/4 കപ്പ് പച്ചരിപ്പൊടിയാണ് എടുക്കുന്നത്. അതിലേക്ക് ഏകദേശം 3/4 കപ്പിന് അടുത്ത് വെള്ളമാണ് വേണ്ടിയിട്ട് വന്നത്. ചിലപ്പോൾ 1-2 സ്പൂൺ വെള്ളം ഉണ്ടല്ലോ, അങ്ങോട്ടോ ഇങ്ങോട്ടോ എല്ലാം ആവാം. നമ്മൾ എടുക്കുന്ന മൈദപ്പൊടിയിലും പച്ചരിപ്പൊടിയിലെല്ലാം അത് നമുക്ക് വ്യത്യാസം വന്നേക്കാം. അങ്ങനെയാണെങ്കിലും ശ്രദ്ധിച്ചിട്ട് തന്നെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. പെട്ടെന്ന് 1 കപ്പ് വെള്ളം ഒന്നിച്ച് ഒഴിച്ചു കൊടുത്താറുണ്ട്. അങ്ങനെ ആകുമ്പോൾ ലൂസാവും. ഇപ്പോൾ കണ്ടില്ലേ, 2 ഭാഗവും ഗോൾഡ് കളറായിട്ടുണ്ട്. നല്ലോണം എണ്ണയൊന്നും കുടിക്കുകയില്ല. ഭയങ്കര ടേസ്റ്റുള്ള ഒരു റെസിപ്പിയാണ് ഈ കേങ്ങാച്ചത്. പിന്നെ മാവ് കലക്കുന്ന സമയത്തുണ്ടല്ലോ, വേണമെന്നുണ്ടെങ്കിൽ 1/4 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി ഇടാം. പിന്നെ കുറച്ച് കറിവേപ്പില, മല്ലിയില അരിഞ്ഞത് അത് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു സവാളിൻ്റെ പകുതി ചെറുതായിട്ട് അരിഞ്ഞ് അത് ഇട്ട് കൊടുക്കുക. ഞാനിവിടെ ഒന്നും ചേർത്തിട്ട ഭയങ്കര പ്ലെയിൻ ആയിട്ടാണ് ചുട്ടെടുത്തിട്ടുള്ളത്. അതന്നെ ഭയങ്കര ടേസ്റ്റാണ്. എനിക്കിങ്ങനെ പ്ലെയിന് കഴിക്കാനാണ് പൊതുവേ ഇഷ്ടം. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. ഇനി ഇതാ മാവ് കണ്ടല്ലോ, നല്ലപോലെ കട്ടിക്ക് തന്നെ മുക്കിയിട്ട് അതേപോലെ എണ്ണയ്ക്ക് ഇട്ടിട്ട് ഫ്രൈ ആക്കിയിട്ട് എടുക്കണം. മാവ് കലക്കുന്ന സമയത്ത് മാത്രം കട്ടിയായി പോണ്ടാന്നേ ഉള്ളൂ. മാവ് നല്ലപോലെ പിടിക്കണം ഈ അപ്പത്തിലേക്ക്. പിടിച്ചില്ലെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല. ബജ്ജി എന്ന് പറയുമ്പോൾ തന്നെ കിഴങ്ങും അതേപോലെ മാവും ഒരുപോലെ ഉണ്ടാകണം. ആദ്യത്തെ ബാച്ച് എണ്ണയെല്ലാം കോരിയിട്ട് എടുത്ത് ഞാൻ 2ാമത്തെ ബാച്ചും എണ്ണയിലിട്ടിട്ട് ഫ്രൈ ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, തീ മീഡിയം തീയിൽ വെച്ചിട്ട് തന്നെ ഫ്രൈ ആക്കിയിട്ട് എടുക്കണം. 2-3 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം തിരിച്ചും മറിച്ചും ഇട്ടിട്ട് എടുക്കണം. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ നല്ല ചമ്മന്തിയാ അല്ലെങ്കിൽ സോസാ എന്തെങ്കിലും കൂട്ടിയിട്ട് കഴിക്കാനാണ് ഭയങ്കര ടേസ്റ്റ്. അപ്പോൾ 2 ഏതെങ്കിലും ഒന്ന് ഉണ്ടാക്കാം. ചമ്മന്തി വേണമെങ്കിൽ ചമ്മന്തി ഉണ്ടാക്കാം, തേങ്ങ ചമ്മന്തി ഉണ്ടല്ലോ. അല്ലെങ്കിൽ തക്കാളിൻ്റെ സോസ് ഇല്ല അതും മതി.
അപ്പോൾ എങ്ങനെ ആയാലും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ ഈ റെസിപ്പി ഞാൻ പറഞ്ഞ ഇതേ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ വിലയേറിയ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം അറിയിക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. മാത്രമല്ല ഇപ്പോൾ പുതിയൊരു സംഭവമുണ്ട് ഹൈപ്പ് എന്ന് പറഞ്ഞിട്ട്, അതൊന്ന് എനേബിൾ ആക്കിയിട്ട് വെച്ചിറ്. അപ്പോൾ അങ്ങനെയെങ്കിൽ ഞങ്ങൾക്ക് നല്ലൊരു ഉപകാരമാവും. പിന്നെ പറ്റുമെങ്കിൽ നിങ്ങൾ ചങ്ങായിമാർക്കും കുടുംബക്കാർക്കും എല്ലാം ഒന്ന് ഷെയർ ആക്കിയത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ. തീർച്ചയായിട്ടും എൻ്റെ ചങ്ങായിമാർക്കെല്ലാം ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നല്ലൊരു കമൻറ്റ് ഇട്ട്, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു കമൻറ്റ് ഇട്ട്. ഇനി ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നാ നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനെയല്ല ഉണ്ടാക്കുന്നതെന്നാ എന്തായാലും കുഴപ്പമില്ല, ആ ഒരു കമൻറ്റ് ഇട്ട്. അങ്ങനെയാകുമ്പോൾ എനിക്കും മനസ്സിലാവും നിങ്ങളുടെ നാട്ടിലത്തെ അവസ്ഥ എന്ത്, നിങ്ങളുടെ നാട്ടിൽ എങ്ങനെ ഉണ്ടാക്കുന്നത്, എൻ്റെ ചങ്ങായിമാർക്ക് ഇഷ്ടപ്പെട്ടിനാ ഇല്ലെന്നുള്ള ഒരു ബോധം എനിക്ക് വരും. ഇനി ഞാൻ ഉണ്ടാക്കുന്ന അവതരണത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്തണം, അങ്ങനെയുള്ള എല്ലാ നല്ല നല്ല കമൻറ്റും മോശം കമൻറ്റും ഒക്കെ നിങ്ങൾ അടയാളപ്പെടുത്തണം. ഏതായാലും കുഴപ്പമില്ല. തീർച്ചയായിട്ടും എൻ്റെ ഈ വീഡിയോ നോക്കിയപ്പോൾ തന്നെ നിങ്ങൾ ഒരു കമൻറ്റ് ഇട്ട്. ഊതി വീർപ്പിച്ച ബാലൂണ് പോലെ ഇല്ലേ ഈ ബജ്ജി, നോക്കിയേ. ശരിക്ക് പറയണം, കള് പറയണ്ട. എല്ലാം അടിപൊളിയായിട്ടുണ്ട്. നമ്മൾ തട്ടുകടയിലെ ഗ്ലാസ് ചില്ലിലും അതേപോലെ ഹോട്ടലിലെ ഗ്ലാസ് ചില്ലിലും കാണുമ്പോൾ ഞാൻ കൊതിയോടെ നോക്കി നിന്ന് പോകുന്ന കുറച്ച് ഐറ്റംസിൽ ഒന്നാണിത്. പിന്നെ ഉണ്ടക്കായ ഉണ്ടല്ലോ, അത്, മൈസൂർ ബന്ന്, ഗോളി ബജ്ജ, അതേപോലെ ഇങ്ങനെ പോടി, ഇതൊക്കെയാണ് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടം ഹോട്ടലിൽ പോയെങ്കിൽ. ഈ കട്ട്ലറ്റ് റോള് അതൊന്നും ഞാൻ നോക്കലേ ഇല്ല. അപ്പം എന്നെപ്പോലെ തന്നെ കുറേ ആൾക്കാരുണ്ടാവും. എൻ്റെ വീഡിയോയായിട്ടും അങ്ങനെ ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവും. ഇനിയും നല്ല നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ അതൊന്ന് കമന്റ് ചെയ്ത് വീണ്ടും കാണാം.